ഹലോ. സോ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ഇതിനകത്ത് കുറച്ചും കൂടെ സ്ക്വയർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു മണ്ഡലയാണ് കേട്ടോ. സ്ക്വയർ ഷേപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു മണ്ഡലയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ അതിന് ജസ്റ്റ് ഗോണ സ്റ്റാർട്ട് വിത്ത് സർക്കിൾ. സ്ക്വയർ തീം ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സർക്കിൾ ഉണ്ടാവും അതിൽ. അപ്പോൾ ഞാൻ മാക്സിമം എടുത്തത്, അതായത് മാക്സിമം എടുക്കുന്നത് നമുക്ക് അത്രയും വലിയ സ്ക്വയേഴ്സൊക്കെ കിട്ടാൻ വേണ്ടി. സോ നമുക്ക് നമ്മുടെ സെൻറ്റർ ഉണ്ട്. ദിസ് ഇസ് ദ സെൻറ്റർ. ആൻഡ് ഇവിടെ ഞാനൊന്ന് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു പോയിൻ്റ് കിട്ടും. നമുക്ക് 4 ഡയറക്ഷനിലേക്കും പോയിൻ്റ് വേണം. ഓക്കെ, സോ ഇങ്ങനെ 4 പോയിൻറ്റ്സ് എടുത്തു. ഇനി നമുക്ക് ആ പോയിൻറ്റ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഗോണ ടേക്ക് മൈ സ്കെയിൽ. സെൻറ്ററിന്ന് കറക്റ്റ് സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്യും. ദിസ് ഇസ് എ സെൻറ്റർ, സ്ട്രെയിറ്റ് ലൈൻ കേട്ടോ, സെൻറ്ററിലേക്ക്. ഇനി അതേപോലെ ഇപ്പുറത്തും ഒരു സ്ട്രെയിറ്റ് ലൈൻ സെൻറ്റർ. ചെറിയൊരു വ്യത്യാസമാണ് എൻ്റെ. ഇതാണ് സെൻറ്റർ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ഇതൊന്ന് ഷാർപ്പൻ ചെയ്തോട്ടെ കേട്ടോ, ജസ്റ്റ് എ സെക്കൻഡ്. ഓൾ റൈറ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ ഷാർപ്പ് അല്ലെങ്കിൽ ഇതുപോലത്തെ മെഷർമെൻറ്റ്സ് ഒക്കെ തെറ്റാൻ സാധ്യതയുണ്ട്. സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ 4 കോർണർ സ്ക്വയർ ഷേപ്പിൽ ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ ഇവിടെ ഞാനിങ്ങനെ ക്രോസ് ചെയ്ത് ജോയിൻ ചെയ്തു. ആൻഡ് ഈ കോർണർ ടു ഈ കോർണർ ജോയിൻ ചെയ്യുന്നു. ആൻഡ് ഈ കോർണർ ടു ഈ ഒരു പോയിൻറ്റ്. then this point to this point. സോ നമുക്കിപ്പോൾ ഒരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ വരച്ച ഈ ലൈനില്ലേ, ഈ ലൈനിൽ നിന്ന് മുകളിൽ നിന്ന് ഇവിടെ നിന്ന് 2 സെൻറ്റിമീറ്റർ ഇവിടത്തേക്ക് മാർക്ക് ചെയ്യും. അതേപോലെ ഈ പോയിന്റിൽ നിന്ന് 2 സെൻറ്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് 2 സെൻറ്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്തു. ആൻഡ് ഈ പോയിന്റിൽ നിന്ന് 2 സെൻറ്റിമീറ്റേഴ്സ് മാർക്ക്. എന്നിട്ട് നമ്മൾ അവിടെ ഈ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഈ ഒരു പോയിൻറ്റ്സ്. അപ്പം നമുക്കിങ്ങനെ 2 ലെയേഴ്സ് ഓഫ് സ്ക്വയേഴ്സ് കിട്ടി. ഇനി ഈ സെൻറ്ററിന് നമ്മൾ ടോട്ടൽ 3, അതായത് സെൻറ്ററിലെ പോയിൻ്റ് ഇതാണല്ലോ, ഈ പോയിന്റിൽ നിന്ന് 1.5 സെൻറ്റിമീറ്റേഴ്സ് ഇവിടെ ഒന്ന് ഡാർക്കൻ ചെയ്താൽ മതി. 1.5, പിന്നെ എഗെയിൻ 1.5 സെൻറ്റിമീറ്റേഴ്സ് ഇപ്പുറത്തേക്ക്. ഇതേപോലെ ഞാൻ വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 1.5 ഇവിടേക്ക്, 1.5 ഇപ്പുറത്തേക്ക്. ഇത്രയും നമ്മൾ ഡാർക്കൻ ചെയ്തു. ഓൾറൈറ്റ്, ഇനി ഇതിനെ ഈ പോയിന്റിൽ നിന്ന് വളരെ സ്ട്രെയിറ്റ് ആക്കി സ്കെയിൽ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ജോയിൻ ചെയ്തു. അതേപോലെ ഈ പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് മുകളിലോട്ട്, പിന്നെ ഈ പോയിന്റിൽ നിന്ന് ഇതിൽ ഈ എൻഡ് പോയിന്റിൽ അവിടെ നിന്ന് ഈ അറ്റത്തേക്ക്, ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് താഴത്തേക്ക്. കണ്ടു? ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. അതായത് ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഓരോ ഡയറക്ഷനിലേക്കും സെൻറ്ററിൽ നിന്ന് 1.5 വെച്ച് മാർക്ക് ചെയ്തു. 1.5 വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് അതിൻ്റെ ലെഫ്റ്റിലോട്ട്, ഈ പോയിന്റിൽ നിന്ന് മുകളിലോട്ട്, ഈ പോയിന്റിൽ നിന്ന് റൈറ്റിലേക്ക്, ആൻഡ് ഈ പോയിന്റിൽ നിന്ന് താഴേക്ക്. അങ്ങനെ 4 ഡയറക്ഷനിലേക്കും 4 ലൈൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 4 കോർണറിൽ, ഈ കോർണറിലും നമ്മൾ ഒരു 3 വെച്ച് മാർക്ക് ചെയ്യണം കേട്ടോ. 3 ഇഞ്ചസ് ഇവിടെ നിന്നും 3 ഇഞ്ചസ്. ഇനി ഇവിടെ നിന്ന് 3 ഇഞ്ചസ്, പിന്നെ ഈ പോയിന്റിൽ നിന്ന് 3 ഇഞ്ചസ്. അതായത് മുകളിൽ നിന്ന് 3 ഇഞ്ചസ്, ഇവിടെ നിന്ന് 3 ഇഞ്ചസ്, ഇവിടെ നിന്ന് 3 ഇഞ്ചസ്, ഈ പോയിന്റിൽ നിന്ന് 3 ഇഞ്ചസ്. ഇനി ആ 3നെ നമ്മൾ സ്ട്രെയിറ്റ് വെച്ചിട്ട്
നമ്മൾ ലാസ്റ്റ് വരച്ചില്ലേ ഈ താഴോട്ടോ മുകളിലോട്ടോ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് കട്ട് ചെയ്തു, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട്. ഇനി ഈ പോയിന്റിൽ നിന്ന് നമ്മൾ മുകളിലേക്കാണ് പോകുന്നത്. ഇത് വരച്ചു. ഇതിന്ന് ഇങ്ങനെ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സിക്സാക് ഒരു പാറ്റേൺ ആയിട്ട് കിട്ടാൻ തുടങ്ങി, പല പല പീസസ് ആൻഡ് പാറ്റേൺസ്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിർത്തി തന്നെ വീഡിയോ കേട്ട് വരയ്ക്കണം കേട്ടോ. കുറച്ച് ഇറേസിങ് ജോബ്സാണ് ഉള്ളത്, അത് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇറേസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോയിന്റില്ലേ, ഇത് നമ്മൾ ഇറേസ് ചെയ്ത് കളയും. ഇവിടെ നമ്മൾ ഇറേസ് ചെയ്തു. ഇനി അടുത്തത് ഇതാണ് ഇറേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു പാറ്റേൺ കിട്ടി. നമുക്കിവിടെ ഓൾറെഡി ഒരു ലൈൻ ഉണ്ട് കേട്ടോ, ലൈറ്റ് ലൈൻ ഉണ്ട്. ഇത് നമ്മളിത് ഇറേസ് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഇറേസ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ്. അപ്പോൾ ഇത് ഇവിടെ ഇറേസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇറേസ് ചെയ്യുന്ന ഈ ഇറങ്ങാം, കണ്ടോ? അപ്പോൾ നമ്മൾ ഇറേസ് ചെയ്ത് 1 2 3 ആൻഡ് 4 അങ്ങനെ 4 ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫസ്റ്റ് വരച്ച ലൈനില്ലേ 4 ഡയറക്ഷനിലേക്കും, അത് നമുക്കൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കാം. വിച്ച് ഇസ് ഈ ലൈൻ ആൻഡ് ഈ ഒരു ലൈൻ. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് കറക്റ്റ് അല്ലേ നോക്കണം. ഈ ഒരു ലൈൻ ഒന്ന് ഡാർക്കൻ ചെയ്തു. 1 2 3 4. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബേസ് ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഈ സർക്കിൾ വേണമെങ്കിൽ മായ്ച്ച് കളയാം. സർക്കിളും കൂടെ നമുക്കൊന്ന് മായ്ക്കാം. സർക്കിളിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഈ സ്ക്വയർ ഷേപ്പിലാണ് ഈ മണ്ഡല ചെയ്യുന്നത്. നമ്മൾ പല ഷേപ്സിലും ആനിമൽസിൻ്റെ പ്രിൻറ്റിലും ഒക്കെ മണ്ഡലാസ് ചെയ്യും കേട്ടോ, വിച്ച് വിൽ ബി ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പോൾ നമ്മൾ പല പല ഷേപ്സിൽ ജസ്റ്റ് ബിഗിനിങ് അല്ലേ എത്തിയിട്ടുള്ളൂ. സോ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇന്ന് മണ്ഡല ചെയ്യാൻ പോകുന്നത്. ഐ എം ജസ്റ്റ് ഗോണ ഡ്രോ ആൻ ഔട്ട്ലൈൻ. ഔട്ട്ലൈൻ ഏതിൻ്റെയെന്ന് വെച്ചാൽ ഈ ഏറ്റവും പുറത്തുള്ള ലൈനില്ലേ, അതിന് ഞാനൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഏറ്റവും സെൻറ്ററിലുള്ള ആ ഒരു ക്രോസ്ഡ് ലൈൻസ്. ഇനി ബാക്കി നമുക്ക് ചെയ്യാം. ഇനി നമുക്കതാ ഈ ലൈൻസ് ഇതാണ് 1 സൈഡ് വരുന്നത്. ആ 1 സൈഡ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി ഈ ലൈൻ ഇങ്ങനെ പോയി, ഇനി ഇതിവിടെ നിന്നാണ് വരുന്നത്. എന്നിട്ട് അത് നേരെ ഇപ്പുറത്ത് വരുന്നു, നേരെ ഇപ്പുറത്തേക്ക് പോകും. ആൻഡ് ദിസ് ഇസ് ദ ഫ്ലോ. ഫസ്റ്റ് ലൈനിൻ്റെ ഫ്ലോ അതാണ് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഇത്രയും നമ്മൾ വരച്ചു. ഇനി നമുക്ക് അടുത്ത ലെയർ കുറച്ചുകൂടെ വലുത് വേണം ചെയ്യാൻ.
ഇനി നമുക്ക് അടുത്ത പ്രിൻ്റ് ബേസിക്കലി സ്പൈറൽസ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് ഫില്ലാവുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റും കൂടെ ചെയ്ത് കൊടുക്കണം. കാരണം ഈ സ്പൈറൽസും കൂടെ വന്നു കഴിഞ്ഞാൽ ഫുൾ നമുക്ക് ഈ ഏരിയ മൊത്തം ഒന്ന് കവറാവും. നമ്മളിത്രയും ഒരു ഫുൾ ലെയർ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ഓഫ് ഫ്ലോ വരുന്നത്. നെക്സ്റ്റ് ഫ്ലോ നമുക്ക് വരാൻ പോകുന്നത് ഹിയർ, പിന്നെ ഈ ഒരു പാർട്ടീഷനിൽ, പിന്നെ ഈ ഒരു പാർട്ടീഷൻ, പിന്നെ അത് വരുന്നത് ഈ ഒരു പാർട്ടീഷൻ. 1 2 3 4 അങ്ങനെ. അപ്പം നമുക്ക് ആദ്യം അതിനെ ഒന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് കേട്ടോ. അത് ഞാൻ സ്കെച്ചല്ല യൂസ് ചെയ്യുന്നത്, എൻ്റെ പെന്നാണ് യൂസ് ചെയ്യുന്നത്. 1 2 3 4. ഇനി ഈ 4 ഡയറക്ഷനിലും ഇതിൻ്റെ ഉള്ളിൽ ഐ എം ഗോയിങ് ടു ഇങ്ങനെ സർക്കിൾസ് ഇട്ട് കൊടുക്കുക. ഇനി സർക്കിൾസ് വേണം. ഇനി സർക്കിൾസിൻ്റെ പെൻഡിങ് ഉള്ള ഭാഗങ്ങളില്ലേ, അവിടെ എല്ലാം നമുക്ക് ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം.
ഇനി ഇതിൻ്റെ തന്നെ ബാക്കി ലെയർ കംപ്ലീറ്റ് ചെയ്യാനാണ് കേട്ടോ. ഇനി ഒരു ലെയർ ചെറിയ ചെറിയ സ്പൈറൽസ് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കും. നമുക്ക് ഇതിൽ ചെയ്യാം. I'm going to repeat the same thing. അപ്പോൾ അടുത്തൊരു ലെയറും കൂടെ നമ്മുടെ കൈ. ഇനി നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 1 2 3 അത് ഞാൻ ഫുൾ ഫില്ലാണ് കൊടുക്കാൻ പോകുന്നത്. ഫുൾ ഫിൽ ഇൻ ദ സെൻസ് ഇത് സെൻറ്റർ ആയതുകൊണ്ട് ഒരു സ്ട്രിപ്പ് ഇവിടെ, ഒരു സ്ട്രിപ്പ് ഇവിടെ, ഒരു സ്ട്രിപ്പ് ഇവിടെ, ഇന്നത്തെ സ്ട്രിപ്പ് ഇങ്ങനെ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് കേട്ടോ. അടുത്തത് ഇതിനകത്ത് ഞാൻ എന്താ ഇങ്ങനെ ഒരു ലൈൻ ഇട്ടു.
നെക്സ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ, വീണ്ടും ഒരു ലൈൻ, അങ്ങനെ ലൈൻ പാറ്റേൺസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതായത് ഐ സ്റ്റാർട്ട് ലൈക്ക് ദിസ് ആൻഡ് വീണ്ടും ഇത് പിന്നെ ഇങ്ങനെ 3-4 ലൈൻ ഇട്ടിട്ട് അവിടെ ഒരു പാറ്റേൺ പോലെ വരുന്നു. സോ ദിസ് ഇസ് നമ്മുടെ നെക്സ്റ്റ് മണ്ഡല. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. ഈസി അല്ല, അതിന് വരച്ച് നോക്കും. ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ട്രൈ ന്യൂ ഡിസൈൻസ്. സോ ദിസ് ഇസ് ഇറ്റ്. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.